UDF സ്ഥാനാർത്ഥിയായി തുടക്കത്തിൽ തന്നെ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു VS ജോയിയുടേത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. VS ജോയി അനുനയിപ്പിക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിന് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ VS ജോയിയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുണ്ടാകും, UDF തന്നെ വൻ വിജയം ഉറപ്പിക്കും എന്ന് തന്നെയാണ് VS ജോയിയുടെയും പ്രതികരണം. മുഹമ്മദ് ഷംസീർ VS ജോയിയുടെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ഷംസീർ, ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ VS ജോയ് എങ്ങനെയാണ് ആ തീരുമാനത്തെ കാണുന്നത്? അദ്ദേഹം മുഴുനീള പ്രചാരണ രംഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണോ പ്രതികരണം? ഒരു ഘട്ടത്തിൽ VS ജോയ് തന്നെ സ്ഥാനാർത്ഥി എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. VS ജോയ് നമ്മോടൊപ്പം ചേരുകയാണ്. ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി. എന്താണ് പ്രതികരണം? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുന്ന പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പതിറ്റാണ്ടുകളായി ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ, കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ പുത്രനാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ, നിലമ്പൂരിന്റെ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ദേശീയ പുരസ്കാരം കൂടി വരെ നേടിയിട്ടുള്ള മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭയാണ്. എല്ലാം കൊണ്ടും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഒരു മികച്ച ഭൂരിപക്ഷം നേടി UDFന് വിജയിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. താങ്കളുടെ പേര് സജീവ പരിഗണനയിൽ എന്നല്ല, VS ജോയിക്ക് അപ്പുറത്തേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആ നിലയ്ക്ക് വന്നിരുന്ന ചർച്ചയാണ്. അതാണ് പിന്നീട് ആര്യാടൻ ഷൗക്കത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഇന്ന് ഒരു അനിശ്ചിതത്വം വീണ്ടും രൂപപ്പെടുന്നു. KPCC നേതൃത്വം സംസാരിച്ചിരുന്ന ഒരു ഫോർമുല താങ്കളുമായി സംസാരിച്ച് നേതൃത്വം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഫോർമുലയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഫോർമുല ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വിജയിക്കണം, UDFന് വിജയിക്കണം. ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ പല പേരുകൾ പരിഗണിച്ചു. ഉചിതമായ സമയത്ത് ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കണ്ടെത്തി എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. എല്ലാം സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. പിന്നെ അതിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ നമ്മുടെ ചാനലുകളിലൊക്കെ വന്നു എന്നതിനപ്പുറത്ത് ആത്യന്തികമായി പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു വിവാദങ്ങളോ ഒരു വിഷമതകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടിക്കകത്ത് മറ്റാശയക്കുഴപ്പമോ വിവാദങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് VS ജോയിയുടെയും പ്രതികരണം.